ഇന്ന് വീണ്ടും ഒരു ആലുവ അടുപ്പ് പൊളിച്ച് പണിയുന്നതിന് വേണ്ടിയിട്ടാണ് എത്തിയിട്ടുള്ളത്. സ്ഥിരമായി ആലുവ അടുപ്പുകൾ പൊളിച്ചു പണിയുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ സ്ഥിരം കിട്ടുന്ന പണികളും ഇതുപോലത്തെ തന്നെയാണ്. പൊളിച്ചു പണികളാണ് അധികം വരുന്നത്. ആലുവ മോഡൽ അടുപ്പാണ് അധികം പൊളിച്ചു പണിയേണ്ടി വരുന്നത്. ഇത് 8, 10, 6 അടുപ്പാണ്. ഇത് ഇത്തിരി ഉയരം കൂടുതലുണ്ടെന്നാണ് വീട്ടുകാർ പറഞ്ഞത്. ഇപ്പോൾ പൊളിച്ച് പണിയുന്ന സമയത്ത് കുറയ്ക്കാൻ പറ്റുകയാണെങ്കിൽ കുറയ്ക്കും. ഇത് അടുപ്പ് പൊളിച്ച് കഴിഞ്ഞിട്ടുള്ള അവസ്ഥയായി കാണുന്നത്. ഇതിൻ്റെ ബാക്ക് ഭാഗം കണ്ടാൽ അറിയാൻ പറ്റും. ഇതിൻ്റെ കാസ്റ്റേണെല്ലാം ദ്രവിച്ചു പോയി, പൊട്ടി പൊളിഞ്ഞ് പൊടിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. ഇങ്ങനെ വരുമ്പോഴാണ് ഷീറ്റ് പൊന്തി വരുന്നത്. ഇതിൻ്റെ കാസ്റ്റേണൊക്കെ ദ്രവിച്ചു. അതാണ് ഈ കത്തിക്കാത്ത അടുപ്പിന് വലിയ കുഴപ്പമില്ല. ഈ കത്തിച്ച അടുപ്പിൻ്റെ ഫ്രെയിമാണ് അടിയിൽ പൊളിഞ്ഞിരിക്കുന്നത്. ഇത് കാസ്റ്റേൺ വെച്ച് പണിയുന്ന അടുപ്പുകൾക്കൊക്കെ സംഭവിക്കുന്നതാണ്. ഈ അടുപ്പ് കുഴപ്പമില്ലാതെ സൈഡിലെ ടൈൽസിനൊന്നും കേടുവരുത്താതെ പൊളിച്ച് പണിതിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിൽ ഇനി 2 ഇഞ്ച് താഴ്ത്തി അടുപ്പ് നിർമ്മിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പണികളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. ഫ്രണ്ട് ഭാഗത്തെ ടൈൽസ് പൊളിച്ചിട്ടില്ല. സൈഡിലെ 2 ഇഞ്ച് ഗ്യാപ്പിന് വേണ്ടിയിട്ട് താഴ്ത്തിയിട്ടാണ് പൊളിച്ചിരിക്കുന്നത്. ഫ്രണ്ട് ഭാഗത്തെ ടൈൽസ് പഴയത് തന്നെയാണ്. ഇത് പൊളിക്കാതെ കട്ട് ചെയ്തിട്ടാണ് നമ്മളവിടെ അടുപ്പ് ഫിറ്റ് ചെയ്യുന്നത്. അടുപ്പിൻ്റെ പണികൾ പൂർത്തിയായിട്ടുണ്ട്. ഇതിൻ്റെ സൈഡ് 2 ഇഞ്ച് താഴ്ത്തിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. 2 ഇഞ്ച് താഴ്ത്താൻ കഴിഞ്ഞു. ഇത് 8, 10, 6 സൈസ് അടുപ്പാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ സൈഡ് നോക്കിയാൽ കാണാം 2 ഇഞ്ച് താഴ്ത്തിയിട്ടാണ് ഇവിടെ അടുപ്പ് ഫിറ്റ് ചെയ്തത്. 2 ഇഞ്ച് മുൻപത്തെ അളവിനേക്കാളും ഉയരം കുറച്ചു. അതാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇതുപോലെയൊക്കെ അടുപ്പ് പൊളിച്ച് പണിയുമ്പോൾ ടൈൽസുകൾക്കൊന്നും കേടുവരാതെ നല്ല രീതിയിൽ ചെയ്യുന്നതിന് വളരെയധികം സമയം എടുക്കുന്നത് കൊണ്ട് അതിന് ഞങ്ങൾ പറയുന്ന പൈസ ചിലപ്പോൾ വീട്ടുകാർ അത് കൂടുതലാണെന്നൊക്കെ പറയാറുണ്ട്. ബുദ്ധിമുട്ടുള്ള പണികളൊക്കെ വരുമ്പോൾ അതിനനുസരിച്ച് റേറ്റ് പറയും. എങ്കിൽ മാത്രമേ ഇത് ഞങ്ങൾക്ക് ചെയ്തിട്ട് മുതലാവുകയുള്ളൂ. അപ്പോൾ അതിനോട് എല്ലാവരും സഹകരിക്കണം. ചില വ്യക്തികൾ മറ്റുള്ള പണിക്കാരുടെ റേറ്റ് ചോദിച്ചതിന് ശേഷം ഞങ്ങളുമായി റേറ്റ് ചോദിക്കുമ്പോൾ വളരെ വ്യത്യാസം ഉണ്ടാവും. അത് വെക്കുന്ന സ്റ്റീലിലും പണിയുന്ന രീതിയിലുമുള്ള വ്യത്യാസങ്ങളാണ്. ഇത്തരം അടുപ്പുകൾ വേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക.